ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരരെ, പെന്തക്കുസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷയുടെ ഈ 6ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാം. ആത്മാവിന് വേണ്ടിയുള്ള ദാഹം നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക. ഈ ലോകത്തിൽ അനേകം ദാഹങ്ങളുണ്ട്, സ്നേഹത്തിനും ഭൗതികമായിട്ട് സന്തോഷത്തിനും വേണ്ടി. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം ഈ ദിവസം നമുക്ക് കൂടുതൽ ശക്തി നൽകട്ടെ. പരിശുദ്ധാത്മാവിനോട് ദാഹിക്കാം. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് യോഹന്നാൻ 7:37 ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ അധരങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കുന്ന പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ശക്തമായ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആവശ്യപ്പെടുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ദാഹിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ക്ഷണിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരികയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന് 37-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഈശോ ഇപ്രകാരം അരുൾ ചെയ്തു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈശോ ആഹ്വാനം ചെയ്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കാനുമാണ്. കാരണം നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുക ശാരീരികമായ വിശപ്പ് ദാഹത്തെക്കുറിച്ചല്ല, നമ്മുടെ ആത്മാവിന് ഒരു വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വിശപ്പും ദാഹവും ഒക്കെ തീർക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് ഇപ്രകാരം പറയുന്നത്, സ്ത്രീയെ, ഈ വെള്ളം കുടിക്കുന്നവർ വീണ്ടും ദാഹിക്കും. സ്ത്രീയെ, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും, പക്ഷെ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല.
യേശു ഭൗതികമായ ജലത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് താൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പിന്നെ ദാഹമുണ്ടാകുകയില്ല. അതായത് നമ്മുടെ ആത്മീയ ദാഹങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശമിപ്പിക്കുമെന്നുള്ളതാണ് ഈശോ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയിട്ടും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ വേണ്ടിയിട്ടും ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും. അപ്പോൾ പലപ്പോഴും ദൈവം വാഗ്ദാനം ചെയ്ത ഈ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ഈ സഹായകനെ ഒരു വ്യക്തിയായിട്ട് കാണാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. കാരണം പണ്ട് മുതലേ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രാവ് പറന്നു വരുന്നത് അല്ലെങ്കിൽ ജ്വലിക്കുന്ന തീനാവ് ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് പലപ്പോഴും പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവായ ദൈവത്തെ ഒരു വ്യക്തിയായി കണ്ട് നമ്മൾ സ്വീകരിക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളിൽ വരികയും നമ്മളെ നയിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ മറന്നു പോകാത്ത വേറെ ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വരാനും നമ്മുടെ കൂടെ നടക്കാനും നമ്മളെ വഴി നടത്താനൊക്കെ ആഗ്രഹമുണ്ടെന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വരണമെന്നും നമ്മുടെ കൂടെ നടക്കണമെന്നും ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയവാതിലുകൾ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് തുറന്നു കൊടുത്താൽ മതി. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനവും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നത്, ദൈവമേ, ഞങ്ങളെ നീ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാണ്. നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തുവാൻ, ദൈവാത്മാവിൽ വിലയം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകളെല്ലാം അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഒരു ചെറിയ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ചെറിയ പ്രാർത്ഥന, പക്ഷേ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. അതുകൂടി പഠിപ്പിച്ചുകൊണ്ട് ഈ വചനവിചിന്തനം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുക. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്. ഇത് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരണമേ. ഇത്ര മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവേ വരണമേ. നിങ്ങളിരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കാൻ തുടങ്ങുമ്പോഴും പോകുമ്പോഴെല്ലാം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം: ദൈവത്തിന് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ എന്ന്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏറ്റവും ഭക്തിയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സുനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സുനുവിനെ നിത്യവും വാഴ്ത്തിടാം. പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായ കൃപാവരങ്ങളും ശക്തിയും ആത്മാവിൻ്റെ ചൈതന്യവും നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവിൻ്റെ പ്രേരണയോടുകൂടി ജീവിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കേണ്ടവരല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. റോമലേഖനം 8:14.
ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക, കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അഭിഷേകം എനിക്ക് നൽകണമേ. കർത്താവെ ലോകത്താലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറണമേ. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ, അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജ്വലിച്ചതുപോലെ, അപ്പസ്തോലന്മാർ ദൈവകൃപയോട് വിശ്വസ്തത പുലർത്തിയതുപോലെ മരണം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ അവരുടെ ഉള്ളിൽ ജ്വലിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണല്ലോ. അവരുടെ ഉള്ളിൽ ജ്വലിച്ചത് ദൈവത്തിൻ്റെ അഗ്നിയാണല്ലോ. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയം ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മേഖലയിൽ വലിയൊരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടി, പ്രാർത്ഥനാ മേഖലയിൽ ജ്വലിക്കുവാൻ വേണ്ടി, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരുന്നതിന് വേണ്ടി, ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഏറ്റവും ശക്തിയോടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് നമുക്ക് ദൈവികമായ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ശിവയെ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവയെ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ശിവയെ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ശിവയെ ആരാധിക്കുന്നു. പൗലോസ്ലീഹ യേശുവിനെ പ്രഘോഷിച്ച, യേശുവിന് സാക്ഷിയായ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1 കൊരിന്തോസ് 12:3 പറയുന്നുണ്ട്, യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ഏറ്റുപറഞ്ഞ് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കണം. ഇന്നത്തെ നൊവേന പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനയിലും യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാക്ഷികളായിട്ട് തരുന്നതിനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിന്റെ കതിരുകളെ, അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്ത് നയിക്കണമേ, ആകാശത്ത് നയിക്കണമേ. അഗതികളുടെ പിതാവേ, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, മധുരമായ തണുപ്പേ, അലച്ചിലിൽ സുഖമേ, അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വൈരമേ, കരച്ചിലിൽ സ്വൈര്യമേ, എഴുന്നള്ളി വരിക. എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടു കൂടിയ പ്രകാശമേ, എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ, അങ്ങേ വെളിവ് കൂടാതെ, മനുഷ്യരിൽ പാപമല്ലാതെ, മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല. യാതൊന്നുമില്ല. വൃത്തിഹീനമായത് കഴുകുക, വൃത്തിഹീനമായത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വച്ചുകെട്ടുക, മുറിവേറ്റിയിരിക്കുന്നത് വെച്ചുകെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴിയില്ലാതെ പോയത് തിരിക്കുക, നേർവഴിയില്ലാതെ പോയത് തിരിക്കുക. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക്, അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യയോഗ്യതയും പുണ്യയോഗ്യതയും ഭാഗ്യമരണവും ഭാഗ്യമരണവും നിത്യാനന്ദവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ഞങ്ങൾക്ക് തരിക. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ ഏറ്റവും ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ ലുത്തീനിയയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കൃപകൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കും വരങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയും. വിശ്വസിച്ച് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ ലുത്തീനിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾക്ക് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് മറുപടിയായിട്ട് ചെല്ലുക. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്നേഹദാതാവായ
ദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ശക്തി ദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സൗമ്യത നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സഹനങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ജീവജലത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാരൂപിയെ, അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ബോധജ്ഞാനത്തിന്റെ പ്രകാശം നൽകിയരുളണമേ. ബുദ്ധിയുടെ ദിവ്യ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയെ, അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ബുദ്ധി എന്ന അതിവിധാനം നൽകിയരുളണമേ. വിവേകത്തിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയെ, അങ്ങേ ദാസരായ ഞങ്ങൾക്ക് വിവേകം എന്ന അതിവിധാനം നൽകിയരുളണമേ. ആത്മശക്തിയുടെ കതിരുകളാകുന്ന പരിശുദ്ധാരൂപിയെ, ആത്മശക്തിയുടെ കതിരുകളാവുന്ന പരിശുദ്ധ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ആത്മശക്തി എന്ന അതിവിധാനം നൽകിയരുളണമേ. അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയെ, അങ്ങേ ദാസരായ ഞങ്ങൾക്ക് അറിവെന്ന ദിവ്യദാനം നൽകിയരുളണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാരൂപിയെ, അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ഭക്തി എന്ന ദിവ്യദാനം നൽകിയരുളണമേ. ദൈവഭയത്തിന്റെ പ്രതീകമായ പരിശുദ്ധാരൂപിയെ, അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ദൈവഭയം എന്ന ദാനം നൽകിയരുളണമേ. നമുക്ക് ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ശക്തരാക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളുടെ ഉള്ളിൽ ദൈവികമായ ചൈതന്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു.